എന്റെ അമ്മേ. സാറേ, അടുത്ത സീനിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ സാറേ? ഐഡിയ മനുഷ്യനോട് രണ്ടിന് പോകാൻ സ്ഥലം കാണാത്തന്നെ ടെൻഷനില്ല. അതിന്റെ ഇടയ്ക്കാ തന്റെ ഒരു സീൻ. ഇവിടെ എവിടെയെങ്കിലും വെളിക്കിരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് അന്വേഷിക്കണോ? സഹസംവിധാനാന്ന് പറഞ്ഞു നടക്കുന്നത്. പോടോ. ഓ, രാവിലെ കഴിച്ച മുട്ടയുടെ ആയിരിക്കും. ഞാൻ കുറച്ച് സെലക്ട് ചെയ്യുമോ? അല്ല, നിലനിൽപ്പില്ല. എന്താ തന്റെ അഭിപ്രായം? റോഡിൽ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ എടുത്തിട്ടുണ്ടോ? ഉണ്ട് സാർ. അടുത്ത സ്റ്റേഷനിൽ അറിയിക്കാതെ എങ്ങനെയാണോ പെർമിഷൻ കിട്ടുന്നത്? സാർ, ഞാൻ മാനേജർ. താൻ എന്ത് മാനേജറാണോ? സാർ, ശരിക്കും മാനേജർ അല്ല സാർ. അപ്പൊ താനാരാ? ഞാനിവിടെ ചായ എടുക്കാൻ നിന്ന പയ്യനാ സാർ. ഡയറക്ടർ സാർ പറഞ്ഞു മെമ്പർഷിപ്പ് ഇല്ലേ, അതുകൊണ്ട് മാനേജറായി നിൽക്കാൻ. ഓഹോ, ആരാടോ തന്റെ ഈ ഡയറക്ടർ? സാർ കേട്ടിട്ടില്ലേ? ജസ്പാൽ റാണ. ആരെ കാണുന്ന? ജസ്പാൽ റാണ. കേട്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ കേട്ടു. കേട്ടിട്ടൊരു ഷക്കീല പടത്തിന്റെ ഡയറക്ടറുടെ പേര് പോലെയുണ്ട്. വിളിക്കണേ. എന്താ സാർ ഷക്കീല എന്ന് പറഞ്ഞപ്പോ ഒരു പുച്ഛം? സാറിന് കാര്യം മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ തകർന്നടിഞ്ഞ മലയാള സിനിമയെ താങ്ങി നിർത്തിയിരുന്നതേ ഈ ഷക്കീലയുടെ അഴിവുകളായിരുന്നു. എന്താ വേറെ പ്രശ്നം? പബ്ലിക് റോഡിൽ പെർമിഷൻ ഇല്ല, ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഓഹോ, റോഡാരുടെ തന്തയുടെ വകയൊന്നുമല്ലല്ലോ. പെർമിഷൻ ഇല്ലാതെ റോഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. ആരാണ് ഇവിടുത്തെ എസ് ഐ? എസ് ഐ പുതിയ ആളാ. ആ, അതാ കുഴപ്പം. താൻ ആ ഫോൺ നിർത്തി എസ് ഐ വിളിക്കേ, ഞാൻ സംസാരിക്കാം. ഇങ്ങാട്ടേട്. ബാലൻസ് കുറവാ സാർ. സർ, ഞാൻ നാരായണനാണ്, ഹെഡ് കോൺസ്റ്റബിൾ. ലൊക്കേഷൻ ഉണ്ട് സർ. ഡയറക്ടറിന് സാറിനോടോ സംസാരിക്കണമെന്ന്. പേരോ? ജസ്പാൽ റാണ. അങ്ങനെയാണ് പേര്. സാറിന് അറിയോ? ഞാൻ കൊടുക്കാം സാർ. ഹലോ, ഡയറക്ടർ ജസ്പാൽ റാണ സ്പീക്കിംഗ്. നമസ്കാരം സാർ. അല്ല, പെർമിഷൻ ഇല്ലാതെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഓ, ഞാൻ നേരിട്ടൊന്ന് എഴുതി തരണോ? ഓ ഷുവർ, ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. ഓ, താങ്ക് യു. അദ്ദേഹത്തിന് എന്നെ നല്ലതുപോലെ അറിയാം. ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് വന്നാൽ മതി. ഞാനൊന്ന് എഴുതി കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആയിക്കോട്ടെ, നമുക്കിപ്പോ തന്നെ പോയേക്കാം. അവിടെയാണെങ്കിൽ ബാത്റൂമും ഉണ്ട്. രണ്ടും നടക്കും. ഓഹോ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതെ, കൊള്ളാം. കയറിയോ? അങ്ങോട്ട് കയറിക്കോ. ഞാനൊരു സിനിമാ സംവിധായകനാണ്. കുട്ടാ, വണ്ടി വിടെ. താനോ? താൻ ഇന്നലെ എന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു വന്നല്ലേ? എന്താ ഈ വേഷത്തില്? ഇവിടെ എന്താ പരിപാടി? എനിക്കിവിടെ ചെറിയൊരു റോളുണ്ട്. ഞാൻ ഈ സ്റ്റേഷനിലെ എസ് ഐ ആണ്. സാർ, എഴുന്നേറ്റാട്ടെ. തന്റെ അടുത്ത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ചാൻസ് ചോദിച്ചു വന്നപ്പോ താൻ എന്താ പറഞ്ഞത്? അനുഭവങ്ങൾ വേണം. അനുഭവങ്ങൾ ഇല്ലാത്തവനൊരു സിനിമാ സംവിധായകൻ പോയിട്ട് ഒരു പ്രൊഡക്ഷൻ ബോയ് പോലും ആകാൻ പറ്റത്തില്ലെന്ന്. താൻ ചെയ്ത സിനിമകളൊക്കെ ഞാനും കണ്ടിട്ടുള്ളത്. ഏത് സിനിമയാണോ 2 ദിവസമെങ്കിലും ഓടിയിട്ടുള്ളത്? ഇല്ല. തനിക്ക് എന്ത് അനുഭവമാണോ ഉള്ളത്? ഒരനുഭവം ഇല്ല. ഞാൻ തനിക്ക് നല്ലൊരു അനുഭവം തരട്ടെ? തരൂ, പ്ലീസ് തരൂ. ഇത് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും, എന്റെയും. ഈ അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നല്ലൊരു സിനിമ എടുക്കും. മൂത്രം ഇനി ഏതുവഴി ഒഴിക്കുവാവോ? ഇന്നു മുതൽ ഞാൻ അനുഭവങ്ങൾ തേടി ഇറങ്ങുകയാണ്. നല്ല നല്ല പുതിയ അനുഭവങ്ങൾ എന്റെ കൺമുമ്പിൽ കാണിച്ചു തരണേ എന്റെ ദേവി. ഒരു സിനിമാ സംവിധായകനാകാനുള്ള അനുഭവങ്ങൾ തരണേ. 10 രൂപ കൊടുത്തു വാങ്ങിയ തേങ്ങ ഞാൻ നിനക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. എല്ലാം മംഗളമാക്കി തരണേ എന്റെ ദേവി. ദേവിയെ വല്ലാണ്ടങ്ങ് ഡിസ്റ്റർബ് ചെയ്യണ്ട. പതുക്കെ വിളിച്ചാൽ കേക്കും. രക്ഷിക്കണേ. തേങ്ങ പൊട്ടിയില്ലല്ലോ. സോറി. ഏത് പോലീസുകാരനും ഒരബദ്ധം പറ്റും. താങ്ക് യു. എന്താ പേര്? സുധാകരൻ. സുധാകരൻ. ഓ, ഞാൻ ആകെ അങ്ങ് ഭയന്നു പോയി. സോറി കേട്ടോ, സോറി. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അടി കൊടുത്തുള്ള അനുഭവമേ ഇതുവരെ എനിക്കുള്ളൂ. ആദ്യമായിട്ടാണ് അടി കിട്ടിയ അനുഭവം. ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടു.
എന്നെ അടിയാ ദേവി അവൻ അടിച്ചത്. വല്ലാത്തൊരു അനുഭവമായി പോയി. ദേവി മഹാമായ. പണി പാളിന്നാ തോന്നുന്നു. അതെ, അനുഭവങ്ങൾ പാളിച്ചകൾ, അനുഭവങ്ങളെ നന്ദി, അനുഭവം ഗുരു. ഇതിന്റെയൊക്കെ ഒറിജിനൽ DVD എടുത്തേ. അല്ല സാറേ, ഇത് പെട്ടെന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് വേണ്ട, ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ എന്നെ കളിപ്പിച്ചാലുണ്ടല്ലോ, വ്യാജ CD വിറ്റതിന്റെ പേരിലല്ല, വ്യാജ CD വിൽക്കാത്തതിന്റെ പേരിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യും. അതെന്തിനാ സാർ? പുതിയൊരു അനുഭവം ആയിക്കോട്ടെ. അത് കൊള്ളാം സാർ, അനുഭവ അരവിന്ദൻ തന്നെ. ആ, അനുഭവങ്ങൾ പാളിച്ചുകൾ ഇതായിരിക്കുന്നു സാർ. ഇതാ സാർ, എല്ലാം ഒറിജിനലാണ് സാർ. ഇത് വെച്ച് ഞാനൊരു കലക്ക് കലക്കും. പിന്നെ ഇതിന്റെ കാശ്, ഇത് വെച്ച് എനിക്ക് അനുഭവം ഉണ്ടായാൽ നിനക്ക് കാശ് കിട്ടും. പാളിച്ചകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിന്റെ ഷട്ടർ ഇടാൻ തയ്യാറായിക്കൊള്ളു. മലയാള സിനിമാ ലോകത്തിന് കാക്കിക്കുള്ളിൽ ഒരു സംവിധായകനെ കിട്ടാൻ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? കലാകാരന്മാർ അങ്ങനെയാണ്. കമോൺ. അല്ല നമസ്കാരം. ഞങ്ങള് വൈകില്ലോ അല്ലേ? ഇതാണ് പയ്യൻ, ഇത് പയ്യന്റെ അമ്മ. ഇരിക്കായിരുന്നു. വരൂ, അകത്തേക്ക് ഇരിക്കാം. പെണ്ണിന്റെ അച്ഛനും അമ്മയും പെട്ടെന്ന് വന്നു. അല്ല അല്ല മതി മതി മതി. ശകലം വഴി കൊടുത്തരാ പാപ്പ. അതാ വരുന്നു. വരൂ. അല്ല അല്ല ഞാൻ സിംഗപ്പൂരിൽ ഇപ്പൊ ലാൻഡ് ചെയ്തല്ലോ. അതെ, ഓക്കെ, പിന്നെ വിളിക്കൂ. ഇരിക്കൂ. നമസ്കാരം. ഇത് കംപ്ലീറ്റ് മരമാണല്ലേ? ഇത് ഊട്ടിയാണോ? ഈട്ടിയാണോന്ന്? സിംഗപ്പൂർ ഈട്ടിക്ക് ഊട്ടി എന്നാ പറയുന്നത്. ഊട്ടി ഊട്ടി. എക്സ്ക്യൂസ് മീ, ഇത് താങ്കളുടെ മൂത്ത മകളായിരിക്കും അല്ലേ? അല്ല, എന്റെ ഭാര്യ. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ഊഹിച്ചു. കണ്ട പ്രായം തോന്നില്ല. ഇല്ല 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 ഇല്ല. അല്ല, അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മോളോട് കാപ്പി കൊണ്ട് വരാൻ ആ, മോളെ വിളിക്കേ. അല്ല, ഇവിടെ അപ്സ്റ്റർ മുകളിലാണോ? അതെ, സിംഗപ്പൂരൊക്കെ അപ്സ്റ്റേർ മുകളിലേക്കാ. അതുകൊണ്ടാ എല്ലാം സിംഗപ്പൂരാ. ഇരിക്കുന്നൊക്കെ അല്ല അല്ല ആ മറ്റേ ഫോണിലോട്ട് വിളിക്ക. അല്ല ആ അല്ല ആ ആ അല്ല കൊളവാക്കല്ലേ? ആക്കൂല, ആക്കുന്നില്ല. ആ ശരി, പിന്നെ വിളി. ആ അപ്പൊ ആശ്രയം ഇല്ലേ? അവിടെ ചോദിക്കേ. അവിടെ ചോദിച്ചല്ലേ? എന്താ പേര്? ശ്രീലക്ഷ്മി. നല്ല പേര്, പക്ഷെ സ്പ്രേ ഒഴിവാക്കാമായിരുന്നു. നല്ല കുഴപ്പമില്ല. ശ്രീ ശ്രീ ശശിശങ്കർ എന്ന് പറയും പോലെ ശ്രീ ശ്രീ ലക്ഷ്മി. നല്ല പേരല്ലേ? ഏതുവരെ പഠിച്ചു? BBA. ഓ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ആപ്പിൾ. Yeah. The soft things are beautiful, sorrows and the dear, and I don't understand your language. The department is the government security connection. I can't like that. Don't. സിംഗപ്പൂർ ഇംഗ്ലീഷ് വെള്ളം പൊളച്ചോട്ടല്ലേ അറിയാം. പിന്നെ പിള്ളേരല്ലേ, എന്തേലും മാറി എന്ന് സംസാരിക്കാണ്ട് സംസാരിക്കും. അതെ അതെ, ഇനി നമ്മുടെ മുന്നിൽ വെച്ച് ചോദിക്കാൻ മടിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്കപ്പോ ജീവിതത്തിന്റെ ഉയർന്ന മേഖലയിലേക്ക് പോലെ അതുങ്ങൾ രണ്ടുപേരും ഒന്ന് പൊക്കോട്ടെ. ഒന്ന് സൈഡ് കൊടുത്താൽ എവിടുന്ന് നമുക്ക് അങ്ങോട്ട് കാറ്റാണ് കുട്ടി. കണ്ട. ഹായ്, പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇരിക്കൂ. യെസ്, എനിക്ക് ഇഷ്ടായി. ഐ ലൈക്ക് യു. യു ലൈക്ക് മീ? യാ. സ്റ്റോപ്പ്. എനിക്ക് മനസ്സിലായി, ഇത് വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലായി. I like your smile, but I don't like your smile. Okay? അല്ല, ഇങ്ങനെ നിന്നാലെങ്ങനെ? ഇവിടെ വന്നിരി. അല്ല, ഇവിടെ വന്നിരിക്കേ. ഒന്ന് കാലു മാറ്റിയാൽ. സിംഗപ്പൂർ. അതെ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിനെയും കൂട്ടി ചെറുക്കൻ സിംഗപ്പൂർ. ഞാൻ സിംഗപ്പൂർ വെച്ചെടുത്ത ഫോട്ടോ. തീർന്നോ? സമയം കളയാൻ അടിച്ചു മാറ്റണം. ഏയ് കുട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാൻ കുട്ടിക്ക് തരാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. Look here, not only Indian, from Forgin. നോക്കൂ, when I'm in Singapore. സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഗിഫ്റ്റ് കുട്ടിക്ക് മാത്രമുള്ളതാണ്. I will take. Okay? മുല്ലപ്പൂവിന്റെ മണമുള്ള ഈ കർച്ചീഫ് എന്റെ പ്രാണസഖിക്ക് വേണ്ടി ഞാൻ വളരെ കാലം കാത്തു സൂക്ഷിച്ചതാണ്. നിനക്ക് വേണ്ടി മാത്രം. ഒന്ന് സ്മെല്ലു, ഇതൊന്ന് സ്മെല്ലു.
അങ്ങനെ അങ്ങനെ മോളെ ശ്രീലക്ഷ്മി മോളെ ഇവളെന്താ എങ്ങനെ കിടന്നുറങ്ങുന്നേ? ഇതായിരിക്കും ചേടാ ഇവിടെ നോക്കാം. ഇതെടുക്ക്, ഇതെടുക്ക്. ഇത് കണ്ടോ? നോക്കേ. ആ ഓരോന്നോരോന്നായിട്ട് ഊരട്ടെ. ഇതിവിടെ വെറുതെ ഇരിക്കണം. അതാ മോതിരല്ലേ? ഞാൻ ഊരാം. മോതിരം ഊരാൻ എനിക്കറിയാം. മോതിരം ഊരാൻ എനിക്കറിയാം. ഇങ്ങോട്ട് മാറിക്കേ. എടാ കളിക്കണ്ട, മോതിരം ഊരാൻ എനിക്കറിയാന്നേ. ആ മോതിരം നിങ്ങൾ ഒഴിക്കോ, ഞാനിപ്പോ വരാം. ഇതെന്താണ് തിരിച്ചിട്ട് വരാത്ത വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കണം. പേന വാ. കഴിഞ്ഞില്ലേ? താഴെ കളഞ്ഞു. എന്താണ് ഈ ഫോട്ടോ കൊണ്ട് നടക്കുന്നത്? ഇത് ഫോട്ടോ എന്തിന്? എന്റെ വീടിന്റെ ഉമ്മറത്ത് കൊണ്ട് എന്റെ അച്ഛന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് തൂക്കാം. അതുകൊണ്ട് അപ്പനായി. ഞാൻ അപ്പൂപ്പനായി. ഇതുവരെ ഊരാൻ പറ്റിയില്ല. അത് കിട്ടിയില്ലേ? അതെ, ഇതിൽ ജലദോഷമാവും. എന്നെടുക്കണ പകരും. അനുഭവങ്ങൾ തുടങ്ങാൻ പറ്റിയ സ്ഥലം. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. എപ്പോഴും അനുഭവങ്ങളെ തേടി നമ്മൾ അങ്ങോട്ട് പോകണം. അതെ, ഓഫീസ് ടൈം കഴിഞ്ഞാൽ പിന്നെ 10 പൈസ കിട്ടത്തില്ല. അത് മനസ്സിൽ വേണം. ഇന്ന് 1-ാം തീയതി ശമ്പളം കിട്ടുന്ന ദിവസം കാലിയാക്കണം. ആ വാനിറ്റി ബാഗ് പിടിച്ചോണ്ടിരിക്കുന്ന പെണ്ണുമ്പിള്ളയില്ലേ, അവളുടെ ബാഗിൽ എന്തേലും തടയും. അതെ അക്ബറെ, കാര്യമായിട്ട് എന്തേലും തടയും എന്നുള്ള കാര്യം ഉറപ്പായി. ഉറപ്പിക്കാൻ വരട്ടെ. എന്താ? എല്ലാം കർത്താവിന്റെ അനുഗ്രഹം. അത് ഞാൻ കാര്യമായിട്ട് ഇങ്ങനെ മാറി നിക്കട ഹിമാറെ. കൊച്ചു പെങ്കൊച്ചിന്റെ കൈ പിടിച്ചോണ്ടാണ് എന്റെ കളി. മോളിങ് മാറിക്ക. ഈ മാരെ അങ്ങനെ അങ്ങോട്ട് വെറുതെ വിടാൻ പറ്റില്ല. കർത്താവിനെ വിചാരിച്ച് ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. എന്താ നാട്ടുകാരൊക്കെ ഇങ്ങനെ കുന്തം പിടിഞ്ഞ് നിക്കണേ? പട്ടാ പകലൊരു പെൺകുട്ടിയുടെ ദേഹത്ത് കയറി പിടിച്ച ഇമാരെ അങ്ങോട്ട് വെറുതെ വിടാൻ പറ്റില്ല. അടിച്ച് നിരത്തുക തന്നെ. അയ്യോ വേണ്ട. നേരത്തെ എനിക്കറിയാവുന്ന എനിക്കറിയാവുന്നതാടാ. നമ്മൾ ഇവിടെ ഒരു ക്രിക്കറ്റ് കളി മത്സരം നടത്താൻ പോവുകയാണ്. പേര് വിളിക്കുമ്പോ ഓരോരുത്തർ വന്ന് ബോൾ ചെയ്യണം. ഞാനാണ് ബാറ്റ്സ്മാൻ. അതിനിപ്പോ ബോളോ? സങ്കല്പം. ഇത് ബാറ്റ്. ഓക്കെ, അമർ ആക്ഷൻ. അമർ ക്ലീൻ ബൗൾഡ്. അമർ ക്ലീൻ ബൗൾഡ്. ബോഡി അങ്ങോട്ട് ബാറ്റ് ചെയ്തു. ബോഡി അങ്ങോട്ട് ബാറ്റ് ചെയ്തു. ഇത് കളിക്കാനല്ലടാ, ഇടിക്കാനാണ്. കളി പറഞ്ഞു കൊടുക്കരുത്. കളി പറഞ്ഞു കൊടുക്കരുത്. ഇങ്ങോട്ട് മാറി. വേറെ ഇങ്ങോട്ട് മാറിയില്ലേ?
അക്ബർ. വാ. പൊന്നു സാറെ മാറ്റി വെച്ച് കുത്തരുത്. അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 മാസം പോലും ആയില്ല. എന്നാ ബാറ്റ് വെച്ച് തന്നെ വയറ്റി കുത്തും. എന്നാലേ എക്സ്പ്രഷൻ വരുത്തുള്ളൂ. ഒന്നുള്ളൂ. ആന്റണി. എക്സ്പ്രഷൻ വരട്ടെ. എക്സ്പ്രഷൻ വരട്ടെ. തുടക്കം ഗംഭീരമാക്കാൻ സഹായിച്ചതിൽ താങ്ക്സ്. കമോൺ. ഒരു സിനിമാ സംവിധായകനാകാൻ ആഗ്രഹിച്ച് ഒടുവിൽ ഒരു പോലീസുകാരനാകേണ്ടി വന്നവനാ ഞാൻ. സംവിധാനം പഠിക്കാൻ വേണ്ടി ഞാനൊരു സംവിധായകന്റെ അടുത്ത് ചെന്നപ്പോ അയാൾ പറഞ്ഞ എന്താണെന്ന് അറിയാവോ? അനുഭവങ്ങൾ ഇല്ലാത്തവൻ ഒരു സംവിധായകൻ പോയിട്ട് ഒരു ലൈറ്റ് ബോയ് പോലും ആവില്ലെന്ന്. അന്ന് ഞാൻ തീരുമാനിച്ചു അനുഭവങ്ങളുടെ പുറകെ പോകാൻ. അതിനുവേണ്ടി പല രൂപത്തിലും ഭാവത്തിലും പലരെയും ഞാൻ പിടിച്ചു ഇടിച്ചു. എന്നിട്ടും ഒരു കഥയ്ക്കുള്ള സ്പാർക്ക് എനിക്ക് കിട്ടിയില്ല. പക്ഷേ നിങ്ങളെ പിടിച്ചപ്പോൾ ഇടിച്ചപ്പോൾ എനിക്കൊരു സ്പാർക്ക് കിട്ടി. സിനിമയിലെ ആദ്യത്തെ സീനും കിട്ടി. ഭീകരന്മാരായ 3 കള്ളന്മാർ പോലീസ് വലയിൽ. അമർ, അക്ബർ, ആന്റണി. അതുകൊണ്ട് നിങ്ങളെ ഞാനിപ്പോ വെറുതെ വിടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടോണം. എന്നാലേ എനിക്ക് എന്റെ കഥ പൂർത്തിയാക്കാൻ പറ്റൂ. മനസ്സിലായോടാ? സാറേ, സാറിന്റെ ഇടി കിട്ടിയപ്പോ ഞങ്ങൾ മോഷണം നിർത്താൻ തീരുമാനിച്ചാ. പക്ഷെ സാറ് ഞങ്ങളെ പെരുങ്കള്ളന്മാരാക്കി അടങ്ങുന്നു വെച്ചാ എന്താ ചെയ്യുക? ഡേയ്, കൂടുതൽ വർത്താനൊന്നും വേണ്ട. ഇല്ലെങ്കിൽ രണ്ടാമത്തെ സീന്റെ സ്പാർക്ക് നിങ്ങളുടെയൊക്കെ മുതുകത്തുനിന്ന് ഞാൻ ചൊരണ്ടി എടുക്കും. മനസ്സിലായോ? മനസ്സിലായോന്ന്? സ്ഥലമിട്. എടാ, അയാള് സിനിമയും ചെയ്യത്തില്ല, ഒരു പുല്ലും ചെയ്യത്തില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? എടാ, അയാൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന അന്ന് തന്നെ പ്രൊഡ്യൂസറെ ഇടിക്കും, പിന്നെ ക്യാമറമാനെ ഇടിക്കും, അത് കഴിഞ്ഞ് കണ്ണി കണ്ടവരെല്ലാം ഇടിക്കും. അവസാനം ആരെയും കിട്ടാതെ വരുമ്പോ സ്വന്തം നെഞ്ചത്ത് ഇങ്ങനെ ഇടിക്കും. പിന്നെ എങ്ങനെ സിനിമ പിടിക്കും? പക്ഷെ എന്തൊക്കെയായാലും ഒരു കാര്യം നമുക്ക് സന്തോഷിക്കാം. എടാ, നമ്മൾ കാരണം ആ അനുഭവം മെസ്സേക്ക് ഒരു കഥ ഉണ്ടാക്കാൻ പറ്റിയില്ലേ? ഇത് ഇയാളെല്ലാവരും നടന്നു പറയും. അതോടുകൂടി നമ്മൾ 3 പേരും ഫേമസ് ആവും. കഥ എഴുതി തീരുന്ന വരെ ഓരോ കേസിൽ കുടിക്കും നമ്മളെ അയാൾ ഇടിച്ച് ചാറാക്കും. പിന്നെ നമ്മൾ അങ്ങനെ ഫേമസ് ആകുന്നേ. മക്കളെ, ഇങ്ങോട്ട് നോക്കിയേ. ആ ഇടിയുടെ ഇടയിൽ ഞാൻ ആ എസ് ഒരു പണി കൊടുത്തു. അയാളുടെ പേഴ്സ് ഞാൻ ചാമ്പി. ഞാൻ ആരുടെയൊക്കെയാ എനിക്കറിയില്ല. ഇതിനകത്ത് കാശ് വല്ലതും ഉണ്ടാന്ന് നോക്കട്ടെ. കാശുണ്ടാവും, കൈക്കൂലി വാങ്ങിയ കാശുണ്ടാവും. കാണും. ഇതിനകത്ത് കാശ് വല്ലതും ഒന്നുമില്ല. ഒരു ലക്ഷം പേപ്പർ ഉണ്ട്. നോക്കിയേ. പോട്ടം. ഒരു ഗ്രാമപാത. ചന്നം ചിഹ്നം മഴ പെയ്യുന്നു. ദൂരെ നിന്നും നനഞ്ഞൊലിച്ചുതിർത്ത് ട്രാക്ടർ ഓടിച്ചു വരുന്ന ഗ്രാമീണ സുന്ദരി. അവളുടെ പേര് വിശാലം. 30 വയസ്സ് പ്രായം. അവന്റെ രാമായണയുടെ കഥ എഴുത്ത്, സംവിധാനം, ക്രിക്കറ്റ് കളി, പോലീസ് പണി. എടാ, ഇന്നത്തെ ആടെ ലക്ഷണം കണ്ടിട്ട് എനിക്കൊരു കാര്യം തോന്നുന്നു. ഒരു 25 പൈസയുടെ കുറവുണ്ടോ എന്നൊരു സംശയം. എടാ, വട്ട് മുഴുപ്രാന്ത. ഇന്നലെ താഴെ കണ്ടപ്പോ മനസ്സിലായില്ലേ? ഇങ്ങോട്ട് പോയിക്കേ. എങ്കിൽ പിന്നെ നമുക്ക് തീർത്തിട്ടുള്ള കാര്യം. ആരാ പാതിരാത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം? രാത്രി ഉറക്കമില്ല. ആരാ വെറുതെ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നിനക്കെന്താ ഭ്രാന്ത? ഗുഡ് നൈറ്റ്. ഓക്കേ, പോ. ഇന്നലെ ഏത് ബ്രാൻഡ് അടിച്ചത്? നേരം വെളുത്തു, കണ്ണൂർ നോക്ക്. നീയാ? എന്താ കാര്യം? അതെ, സായിപ്പ് നിങ്ങളോടൊന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുക. സായിപ്പിന് നമ്മളെ കാണണമെന്നരാ. സായിപ്പിന് നമ്മളെ കാണണമെന്ന്. എന്തേ? അയാളുടെ അളിഞ്ഞ് ഇംഗ്ലീഷ് കേൾക്കാനാ? ഇവിടെ ഞങ്ങക്ക് മലയാളം തന്നെ ശരിക്കും പറയാൻ പറ്റണില്ല. അപ്പോഴാ അയാളുടെ ഇംഗ്ലീഷ്. വല്ല പണിയും നോക്കാൻ പറയണ ഇറക്കാം. സായിപ്പ്. അതെ, ഈ പ്രാവശ്യം എന്തോ കാര്യമായിട്ട് തടയുന്ന വകുപ്പാ. അതല്ലേ ഞാൻ തന്നെ നേരിട്ട് വന്നത്. അതെ, കഴിഞ്ഞ തവണ കാര്യമായിട്ട് കാണാത്തതിന്റെ കുഴപ്പം ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇനി സായിപ്പായിട്ട് ഒരു ഇടപാടുമില്ല. താൻ പോയി തന്റെ ജീനുവാഴ്ച സായിപ്പോട് പറ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ പ്രാവശ്യം ഏൽപ്പിക്കുന്ന കാര്യം നടന്നാലും ഇല്ലെങ്കിലും അഡ്വാൻസ് ആയിട്ട് ലക്ഷങ്ങളാ കയ്യിൽ വരാൻ പോകുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞ വിശ്വാസം ആയില്ലെങ്കിൽ സായിപ്പിനെ വിളിച്ചു. വേണ്ട, അതൊന്നും വേണ്ട. വിളിക്കണ്ട. വിളിച്ചാലും സായിപ്പ് ഇംഗ്ലീഷേ സംസാരിക്കത്തുള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും പിടിയില്ല. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ധൈര്യമായിട്ട് പോകും അല്ലേ? ശരി. എടാ, ഈ ഡീൽ കൊണ്ട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടും.
എന്തോ എന്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട്. നിന്റെ മനസ്സല്ലേ പറഞ്ഞോളൂ. എന്റെ ഈ ശരീരം എപ്പോഴാ പറഞ്ഞറിയാം. കുറെ നേരമായാലൂടെ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുമാതിരി കള്ളന്മാരെ പോലെ. ഈ ഇരിപ്പിനൊരു സുഖമുണ്ട് സാറേ. ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോഴാണ് ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓർമ്മകൾ വൃത്തികെട്ടവൻ. ഈ സാറിനെ നമ്മൾ വിളിച്ചോണ്ട് വന്നേ നല്ല അനുഭവങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ടാ. ക്ഷമിക്കണം. സാറിന് ഇത് ആദ്യമായിട്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്കിതൊരു ശീലമാ. എല്ലാവരും അനുഭവമായിട്ടും കൂട്ടിയാൽ മതി. പക്കി വരുവോടേ? വരും സാർ, ഇപ്പൊ വരും. ഈ കൊട്ടേഷൻ ടീം ശനിയും ഞായറുമാണ് സാധാരണ കൊട്ടേഷൻ സ്വീകരിക്കാറുള്ളത്. അതെ. നീ ഞായറാഴ്ചയല്ലേ? വരും, വരാതിരിക്കില്ല. വരും. സാറ് നോക്കിക്കോ.